ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മറ്റേ റീൽസൊക്കെയാണ് ചെയ്യാറ്. വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എൻ്റെ സ്വന്തം സ്ഥലം പാലക്കാടാണ്. പാലക്കാട് കുഴൽമന്നം എന്ന് പറയും. അവിടുന്ന് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്തുള്ള പുണ്യർക്കുളം ആൽത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇപ്പം പണിക്കായിട്ട് വന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ ഉള്ളൊരു പ്രമാണിമാരെ കൊടുന്നതാണ്. അവരെ വീടും കാര്യങ്ങളും കൃഷികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പാനെ കൊടുന്നു. അങ്ങനെ ആഴ്ചയിലൊക്കെ ഞങ്ങളെ അടുത്തേക്ക് വരാറാണ് ഉപ്പ. പിന്നെ അത് അവർക്കും ബുദ്ധിമുട്ട്, ഉപ്പാക്കും ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെ മൊത്തം കൊണ്ട് കൊടുന്നതാണ്. ഇവിടെ സെറ്റിലായതാണ്. ഞങ്ങൾ മൊത്തം 5 മക്കളാണ്. അതിൽ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അവരൊക്കെ കല്യാണം കഴിഞ്ഞു, എൻ്റെയും കഴിഞ്ഞു. എനിക്ക് 2 കുട്ടികളാണ്. വൈഫിൻ്റെ വീട് പാലക്കാട്, മാമാടെ മോളാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയതും. എൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ ഇക്കമാരായാലും താത്തമാരൊക്കെ ഒരുപാട് വലിയ വീടുകളിലൊക്കെ പാത്രം കഴുകാനൊക്കെ പോയിട്ടുണ്ട്. പാത്രം കഴുകാൻ പറഞ്ഞാൽ അവർ അടുക്കള പണി ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇക്കമാർ അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ജോലിക്ക് ഓരോ വീടുകളിൽ പോയിട്ടുണ്ട്. അന്ന് ഈ പ്രദേശത്തേക്ക് പാലക്കാട് നിന്ന് ആൾക്കാരെ ഇങ്ങനെ വീട് പണിക്കായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, വീട്ടിലെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പാർക്കാൻ നിൽക്കാന്നാണ് പറയാം. ഈ ഭാഗത്ത് ഇപ്പോൾ നീ എന്താണെന്ന് അറിയില്ല. ഞാൻ ചെറുതായാലും എനിക്ക് മാത്രം അതിനുള്ള ഒരു ഇത് കിട്ടിയില്ല. അതൊരു ഭാഗ്യം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നതും പഠിച്ചതൊക്കെ. പഠിച്ചത് കടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 10 വരെ പഠിച്ചുള്ളൂ. പിന്നെ ഇപ്പോൾ മരണപ്പെട്ടു. ഇപ്പോൾ 2019 മരണപ്പെട്ടു. ക്യാൻസർ രോഗം മൂലമാണ് മരണപ്പെട്ടത്. അമല ഹോസ്പിറ്റലിൽ കാണിച്ചു, പക്ഷേ ഒന്നും രക്ഷപ്പെട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു ഡ്രസ്സില്ലാതെയും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നും വലിയ കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല. സ്വന്തമായൊരു വീടില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമങ്ങളാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്, കടിക്കാട് ഭാഗത്ത്. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറേശ്ശെ പറയാം. കൂടുതലും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശരി.